എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് 14-ാമത്തെ ചാപ്റ്ററാണ്. അതിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ദ ഡിസല്യൂഷൻ ഓഫ് ഡിസയർ. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഡിസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതെ അങ്ങ് അലിഞ്ഞു പോവുക. അപ്പം ഇദ്ദേഹത്തിന് എന്തൊക്കെ ആഗ്രഹങ്ങൾ തോന്നി ധ്യാനത്തിൽ, അതൊക്കെ എങ്ങനെ മാറി എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് വിവരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ 2-3 വീഡിയോകളിലായിട്ട് പറയേണ്ടി വരും. എന്താ വെച്ചാൽ അത്രയും വലിയ ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വാമി മുക്താനന്ദ. ഓക്കെ, ഇതിൽ അപ്പം പറയുന്നത് സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. അതായത് ഓരോ ദിവസവും മെഡിറ്റേഷനിൽ ഓരോ ക്രിയ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്നു. അതായത് ഗ്രോസ് ബോഡി ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ, ഗ്രോസ് ബോഡിയിലുള്ള മെഡിറ്റേഷൻ. അപ്പം റെഡ് ലൈറ്റ് കാണുന്നു, അദ്ദേഹത്തിൻ്റെ ഓറ തന്നെ റെഡ് കളറിൽ കാണുന്നു. അങ്ങനെ ഓരോ എക്സ്പീരിയൻസ്, ഓരോ ദിവസവും ഓരോ ക്രിയ ചെയ്യുന്നു, ദേഹം ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. ഇതിൽ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു വേറെ വിധമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതായത് ഇദ്ദേഹത്തിന് മെഡിറ്റേഷനിലിരുന്നപ്പം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിൽ തോന്നിയതാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഈടുപെടാനുള്ള ഒരു ആഗ്രഹം തോന്നി. സെക്ഷുവൽ ഡിസയർ തോന്നി. അപ്പം ഇത് അദ്ദേഹത്തിന് ഒരു ഷോക്കായിപ്പോയി. ഇതെന്തുവാ, ഞാൻ സാധന എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ദൂരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മെഡിറ്റേഷനിൽ എവിടുന്ന് ഇങ്ങനത്തെ ഒരു ചിന്ത വന്നു? ഞാൻ നോർമൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഇല്ലാത്ത ഒരാളാണല്ലോ, ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ധ്യാനത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു എന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആശ്ചര്യം, അതിശയം. അതുമാത്രമല്ല, അദ്ദേഹത്തിന് എന്തുവാ അങ്ങനെ അങ്ങ് ആടിപ്പോയി. ഇതെന്തുവാ, എന്നും ഇല്ലാത്ത പതിവായിട്ട് റെഡ് ലൈറ്റ് കാണുന്നു, വൈറ്റ് ലൈറ്റ് കാണുന്നു, എന്താ ഒട്ടകം പോലെ ശബ്ദം ഇടുന്നു, പുലി പോലെ കത്തുന്നു, അതൊക്കെ ശരി. ഇതെന്തുവാ പുതുമയായിട്ടിരിക്കുന്നേ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഷോക്ക്, നാണക്കേട്, പറയാൻ വയ്യാത്ത ഒരു സംഭവമായിരുന്നു അന്ന്. അതിനെക്കുറിച്ച് വിവരിച്ച് പറയുന്നുണ്ട് ഇതിൽ. അതിനുമുമ്പേ അദ്ദേഹം പറയുന്നത്, ഭഗവാൻ നിത്യാനന്ദയെ കാണാൻ ഈ ബോംബെ ചുറ്റിലുമുള്ള സ്ഥലത്തുനിന്ന് പലതരപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. പക്ഷേ വരുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒരു കുറവുണ്ട്. അപ്പോൾ ആ കുറവിനെ നിവർത്തി ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വാമിജികളെല്ലാം തേടിപ്പോകുന്നത്. പല സ്ഥലത്തും പോകും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും, പലരുടെ അടുത്തും ചോദിക്കും, പിന്നെ ജാതകം നോക്കും, പിന്നെ പല അമ്പലങ്ങളിലും കയറി ഇറങ്ങും. ഇതൊന്നും നടക്കാത്തപ്പോഴായിരിക്കും ശരി സ്വാമിജി അടുത്ത് പോയി നമ്മുടെ പാടും ദുരിതം പറയാം, അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നല്ല വാക്കൊന്ന് വീണാൽ അതുകൊണ്ട് നമ്മളുടെ ജീവിതം മെച്ചപ്പെട്ടാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവർ ഇങ്ങനെ നിത്യാനന്ദയുടെ ആശ്രമത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഗുരുജി എടുത്ത് സംസാരിക്കുന്നത് ഇദ്ദേഹവും അടുത്തിരുന്ന് ചിലപ്പോൾ കേൾക്കുമായിരിക്കും. അപ്പം അതായത് പഠിത്തമുള്ളവന് കാശില്ല, കാശുള്ളവന് പഠിത്തമില്ല, കാശുള്ളവന് സമാധാനമില്ല, പണമുള്ളവന് ഹെൽത്തില്ല, ഹെൽത്തുള്ളവന് സന്തോഷമില്ല, സന്തോഷമുള്ളവന് വേറൊന്നുമില്ല. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു കുറവ് ഉണ്ട്. അപ്പോൾ ഈ കുറവിനെ നിവർത്തി ചെയ്യാനാണ് അവരെല്ലാം വന്നിങ്ങനെ പറയുന്നത്. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വാമി മുക്താനന്ദയ്ക്ക് മനസ്സിൽ ഒന്ന് തോന്നി, ഇവർക്കെല്ലാം കോമണായിട്ട് പൊതുവായിട്ട് ഒരു കുറവുണ്ട്. അതെന്തുവാണോ? അവർക്ക് ഹെൽത്തില്ല. അതായത് അവർക്ക് ഫിസിക്കൽ ഹെൽത്തില്ല. ഫിസിക്കൽ ഹെൽത്ത് ഉള്ളവർക്ക് മെൻ്റൽ ഹെൽത്തില്ല. അതായത് ദേഹത്തിൽ ആരോഗ്യമില്ല. നല്ല ദേഹത്തിൽ ആരോഗ്യമായിട്ട് ജാമ്പവാനായിട്ടിരിക്കുന്ന ആളിന് മനസ്സ് ശരിയില്ല. അപ്പോൾ ഏതോ ഒരു കുറവുണ്ട് എല്ലാവർക്കും.
അപ്പോൾ അതുമാത്രമല്ല, ഇദ്ദേഹം നല്ലപോലെ മനസ്സിൽ തന്നെ ഇട്ടിട്ട് അതിനെ ആലോചിച്ച് ഗവേഷണങ്ങൾ നടത്തിയപ്പം അദ്ദേഹത്തിന് മനസ്സിലാക്കിയ ഒന്നാണ്, ഈ ആൾക്കാരെല്ലാം ഈ സെക്സിൻ്റെ പുറയിലാണ് പോകുന്നത്. അത് കണ്ടമാനം ആ സെക്ഷുവൽ സുഖത്തിന് വേണ്ടി അതിൽ പല പ്രാവശ്യം അളവിന് മീറി അതിനകത്ത് ഇൻഡൽജ് ചെയ്യുമ്പം അവരുടെ ആ സെക്ഷുവൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ശുക്ലം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് നല്ല ഹെൽത്ത് കിട്ടാത്തത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. അത് സത്യവുമാണ്. സത്യമെന്ന് പറഞ്ഞാൽ ഒരു ആണിനും പെണ്ണിനും ഈ സെക്ഷുവൽ ഫ്ലൂയിഡ് ചുരക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നത് ഒരാണിൻ്റെ ശുക്ലം വെളിയിൽ വരുമ്പോഴാണ്, ഇല്ലയോ? അപ്പം ഈ ശുക്ലം എന്ന് പറയുന്നത് ഒരാണിനെ സംബന്ധിച്ചവരെ അവൻ്റെ ദേഹത്ത് ഉണ്ടാകുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. കണ്ണുനീരുണ്ടാകുന്നു, ഉമിഴ്നീരുണ്ടാകുന്നു, രക്തമുണ്ടാകുന്നു, RBC WBC സെൽസ് ഉണ്ടാകുന്നു, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്, ഇല്ലയോ? പിന്നെ ഒരു വെട്ടുണ്ടെങ്കിൽ അത് 2 ദിവസത്തിനകം കരിയുന്നു, ഉണങ്ങുന്നു, അത് അടയുന്നു. അങ്ങനെ ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഗതി എന്ന് പറയുന്നത്, അതും ഒരാണിനെ സംബന്ധിച്ചവരെ അവൻ്റെ ശുക്ലമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ശുക്ലത്തിൽ ദേഹത്തിൽ ഏറ്റവും നല്ല സത്തായിട്ടുള്ള സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്നതാണ് അവൻ്റെ ശുക്ലം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ ഈ ശുക്ലം ഉണ്ടാകുന്നത് ഈ ശുക്ലത്തിലാണ് ഈ സ്പേംസ് ഉണ്ടാവുന്നതും അതിനകത്താണ് ജീവിക്കുന്നതും. ഒരു സ്പേം എന്ന് പറഞ്ഞാൽ, ഒരു ബിന്ദു എന്ന് പറയുന്നത് 24 മണിക്കൂറിന് മേലെ അത് ജീവിച്ചിരിക്കത്തില്ല. അത്രയും ഷോർട്ട് ലിവ്ഡാണ്. പക്ഷേ അതിന് അത്രയും സത്തായിട്ടുള്ള ഒരു ദ്രവത്തിലാണ്, ഒരു ലിക്വിഡിലാണ് അത് ജീവിക്കേണ്ടത്. അപ്പോഴേ അതിന് സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ. അത് മേളി കയറിപ്പോയി ഒരു മുട്ടയുടെ കൂടെ ഇണയാനൊക്കത്തുള്ളൂ. അത് മേളി കയറിപ്പോകാൻ തന്നെ അതിന് അത്രയും ശക്തി വേണം. എന്നുവെച്ചാൽ അതിൻ്റെ സൈസ് അത്രയും ചെറുതാണ്. അത് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് നല്ല ഡിസ്റ്റൻസാണ്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. പ്രപഞ്ചം ചെയ്തു, അല്ലെങ്കിൽ ദൈവം ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ഉണ്ടാക്കിയ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു. നമ്മുടെ സൃഷ്ടികർത്താവിൻ്റെ പ്ലാനിങ് ആണ്. എന്ത് വേണമെങ്കിലും എടുത്തോളാം. അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഒരു കളിയാണ്. സത്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മെയിനായിട്ട് നമുക്ക് ഒരു ജോലിയുണ്ട്. അതായത് പ്രോക്രിയേഷൻ എന്ന് വെച്ചാൽ അടുത്ത സന്തതികളെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് നമ്മളുടെ ഒരു കടമയാണ്, ഒരു തലയായ ചുമതലയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുമതലയാണ്. അപ്പം പണ്ടേ കാലത്തൊക്കെ ഈ ലൈംഗിക ബന്ധത്തിൽ ഇൻവോൾവ് ആവുന്നു എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡായിട്ട് അവർ സമയം നോക്കി, ദിവസം നോക്കി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു അവർ ചെയ്തത്. അതുമാത്രമല്ല, അപ്പോഴത്തെ ഈ കൂട്ടുകുടുംബം, ഒരു കുടുംബത്തിൽ 15 പേര് 20 പേര് കാണും. ആണുങ്ങളെല്ലാം വരാന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. പെണ്ണുങ്ങളെല്ലാം കൂടെ നിരത്തി പിടിച്ച് ഒന്നിച്ച് ഒരു ഹാളിൽ കിടക്കും. അങ്ങനെയൊക്കെ ഉള്ള ജീവിതമാണ്. ഇപ്പോഴൊക്കെയാണ് ഒരു വീട് നോക്കുമ്പം തന്നെ എത്ര ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടോ, നമ്മുടെ പ്രൈവസിയിൽ ആരും തലയിടരുത്, എൻ്റെ കംഫർട്ട് സോണിൽ ആരും കയറിപ്പോകരുത് എന്നൊക്കെ വന്നതൊക്കെ ഈ ഒരു തലമുറയിലാണ്. ഇതിനു മുമ്പേ വരെ അങ്ങനെയൊന്നുമില്ലായിരുന്നു. അപ്പം അവർ ഇതിലൊക്കെ ഇടപെടുന്നത് തന്നെ വളരെ കുറവാണ്.
ഓക്കെ. അപ്പം അതിൻ്റേതായ പവിത്രതയിൽ വേണം നമ്മൾ ആ കാര്യത്തിനെ കാണാൻ. അപ്പം ആളുകൾ അത് ആ സുഖത്തിനെ തേടി 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 പോയി കണ്ടമാനം അതിൽ പല പ്രാവശ്യം ഇൻവോൾവ് ആകുമ്പം, അതിൽ ഇടപെടുമ്പം അവരുടെ ദേഹത്തിലുള്ള ഏറ്റവും ശക്തിയുള്ള സത്തുള്ള സംഭവം ആ ശുക്ലമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെല്ലാം ഹെൽത്ത് പ്രോബ്ലം. അത് ദേഹരീതിയിലാണെങ്കിലും ശരി, മനോരീതിയിലാണെങ്കിലും ശരി. ഇന്നൊക്കെ സ്വാമി മുക്താനന്ദ നേരത്തെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ഈ നമ്മുടെ സ്വാമി മുക്താനന്ദയ്ക്കാണ് മെഡിറ്റേഷനിൽ ഇങ്ങനെ ഒരു ആഗ്രഹം, ലൈംഗിക മോഹം വരുന്നത്. അപ്പോഴത്തേക്ക് അങ്ങേർക്ക് ഭയങ്കര മനപ്രയാസമായി. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ സുഖിയിൽ എൻ്റെ കുടിലിൽ മെഡിറ്റേഷൻ റെഗുലറായിട്ട് ചെയ്യുന്നു, രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നു, റെഡ് ലൈറ്റ് കാണുന്നു, എൻ്റെ ദേഹത്തിനെ ചുറ്റി എൻ്റെ ദേഹത്തിൻ്റെ സൈസിന് തന്നെ ചുമന്ന ഓറ കാണുന്നു, അതൊക്കെ പല പല ക്രിയാക്കൾ, പാമ്പ് പോലെ നെളിയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, തല കുനിയുന്നു, ബന്ധാസ്, അതൊക്കെ ഓക്കെ. പക്ഷേ എല്ലാം വിട്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മെഡിറ്റേഷനിൽ വന്നത് എങ്ങനെ? ഇത് ഞാൻ എങ്ങനെ വെളി പറയും? ഞാനാണെങ്കിൽ എൻ്റെ അനുഭവങ്ങളെല്ലാം എഴുതാനും തീർമാനിച്ചു, കുറേ എഴുതിയും വെച്ചു. അപ്പം ഈ കാര്യം എങ്ങനെ ഞാൻ വെളി പറയും? വെളി പറഞ്ഞാൽ 2 സംഗതികളാണ്. ഒന്ന്, ഈ സന്യാസിമാരുടെ ഒട്ടുമൊത്ത സന്യാസിമാർക്കും ഒരു ചീത്തപ്പേരായിരിക്കും. ആളുകൾ ഇത് വായിച്ചാൽ മതിയല്ലോ, മുക്താനന്ദ എഴുതി, എല്ലാ സന്യാസിമാർക്കും ഇതൊക്കെ തന്നെ മനസ്സിനകത്ത്. ഈ കാവി ഒരു മുണ്ടും അല്ലെങ്കിൽ ഒരു തോർത്തും ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് അവരെല്ലാം യോഗ്യന്മാരല്ല, ഉള്ളിനകത്തെല്ലാം ഇതൊക്കെ തന്നെ എന്ന് തീർച്ചയായിട്ടും ആൾക്കാർ സംസാരിക്കും. അപ്പോൾ അവർ ഇനിയും ഒരു സ്റ്റെപ്പ് അഹെഡായിട്ട് പോയി പറയും, ഇതിനെക്കാട്ടിലും കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവനായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ അവന് സെക്സിലും ഈടുപെടാം, അതും അവന് അലൗഡാണ്, സ്പിരിച്വാലിറ്റിയും അവന് ഫോളോ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ജീവിതമല്ലേ നല്ലത് എന്നൊക്കെ വേണ്ടാത്ത സംസാരങ്ങൾ ഉണ്ടാകുമല്ലോ. അത് മാത്രമല്ല, ഞാൻ ഇങ്ങനെ ബുക്കിൽ ഇത് എഴുതുമ്പം ഒരുപാട് അമ്മമാരും സഹോദരിമാരും ഇതൊക്കെ വായിക്കുമല്ലോ. അപ്പം അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്? അപ്പം അങ്ങനെ അമ്മമാരുടെ അടുത്തും സഹോദരിമാരുടെ അടുത്തുമൊക്കെ മാപ്പ് ചോദിച്ചിട്ടാണ് ഇദ്ദേഹം അതിനെ വിവരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ. അപ്പം അദ്ദേഹം എന്തോ പറയുന്നത് വെച്ചാൽ, അപ്പം ഒരു ദിവസം നോർമലായിട്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നു, ചുമന്ന കളർ കണ്ടു, ചുമന്ന ലൈറ്റ് കണ്ടു. പക്ഷേ പെട്ടെന്ന് ആ ചുമന്ന ലൈറ്റ് മാറി. ചുമന്ന ലൈറ്റ് മാറി, അതിൻ്റെ കളറ് മാറിയിട്ട് വേറൊരു കളറാണ് ഉണ്ടായത്. അതായത് എന്തോ പറയുന്നത് വെച്ചാൽ, ഈ ആടുന്ന ലൈറ്റ്, ഈ സ്ഥിരമായിട്ട് സ്റ്റഡിയായിട്ടുള്ള റെഡ് കളർ വരുന്നത് ഒരു സമയത്ത്, ഈ റെഡ് കളറാണെങ്കിലും ശരി, വെള്ള കളറാണെങ്കിലും ശരി, വെള്ള ലൈറ്റാണെങ്കിലും ശരി, ഇങ്ങനെ ആടുന്ന പോലെ വരുന്നത് വേറായി. അത് അത്ര നല്ല ഒരു സിംറ്റം അല്ല. അതെന്ന് നമുക്കേ ഇപ്പം മനസ്സിലാകുന്നു ഇദ്ദേഹം പറയുന്നത് വെച്ചുകൊണ്ട്. അപ്പം ഇപ്പോൾ എന്തുവാണോ ഒരുമാതിരത്തെ ഫീലിങ്സൊക്കെ മനസ്സിലുണ്ടായി. അപ്പം റെഡ് കളർ മാറിയിട്ട് ഈ ആടുന്ന പോലെയുള്ള ഒരു കളറാണ് തോന്നിയത്. അതിൽ ആ മനസ്സിലുള്ള സ്നേഹം, അനാഹത ചക്രത്തിൽ നിന്ന് വരുന്ന സ്നേഹം മാറി. ഈ മത്ത് പിടിച്ച് പേരാനന്ദത്തിൽ ഇരിക്കുന്നില്ല മെഡിറ്റേഷനിൽ, ആ രീതി അങ്ങ് മാറി. എൻ്റെ ഗുരുവിൻ്റെ ഓർമ്മ മാറി. ഗുരുവോം എന്ന് പറയുന്നത് ഞാൻ മറന്നു. ആ കാര്യങ്ങളെല്ലാം അറവേ അങ്ങ് മാറിയിട്ട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു, അതായത് ഇൻ ദാറ്റ് പ്ലേസ്, ഈ ഗുരുവിനെ വിചാരിച്ച് ഗുരുവോം പറയുന്ന ആ സ്ഥാനത്ത് ഇദ്ദേഹത്തിന് എന്തു വന്നു? പവർഫുൾ സെക്ഷുവൽ ഡിസയർ. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് ലൈംഗിക മോഹമാണ് ഉദിച്ചത് ധ്യാനത്തിൽ. അതുമാത്രമല്ല, അദ്ദേഹത്തിന്
കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ലിംഗം ഭാഗത്ത് ഉണ്ടായി. അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചവരെ അത് ഒരു തുണ്ട അതിന് മോളെ അതിന് ഇമ്പോർട്ടൻസ് ഇദ്ദേഹം കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, അദ്ദേഹം വേറെ ചില കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനെ പവറില്ലാതാക്കി. അതായത് നോർമലായിട്ട് ഒരാണിന് അതിൻ്റേതായ രീതി ഉണ്ട്. അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വേറെ ഏതോ ഒരു കാര്യം പറയുന്നുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ, ഒന്നുമില്ലാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഇതിൽ ഇപ്പം എവിടുന്ന് ഇങ്ങനത്തെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ മെഡിറ്റേഷനിൽ തോന്നി? എൻ്റെ മനസ്സിലില്ല. പിന്നെ എവിടുന്ന് ഇത് ഉദിച്ചു വന്നു? എവിടുന്ന് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉദിച്ചു വന്നു എൻ്റെ ധ്യാനത്തിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വളരെ മനപ്രയാസം, വലിയ മനപ്രയാസം. അങ്ങനെ അപ്പം ആദ്യത്തെ ദിവസം ഈ കരിമ്പ് വയലും എല്ലാം തീ പിടിച്ച് കത്തി അങ്ങനെ കുറേ മനപ്രയാസപ്പെട്ടല്ലോ ആദ്യത്തെ ദിവസം. എവിടെ? ഈ സുക്കിയില അദ്ദേഹത്തിൻ്റെ ഇതിൽ പോയപ്പോൾ, ഹട്ടിൽ പോയപ്പോൾ, കുടിലിൽ പോയപ്പോൾ അന്നല്ലേ ഈ രാമാറാവിനെയൊക്കെ പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ചാവും അല്ലെങ്കിൽ ഇന്ന് പ്രാന്തെടുക്കും എന്നൊക്കെ പറഞ്ഞേ. അതിനെക്കാട്ടിലും മോശപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഇദ്ദേഹം ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മെഡിറ്റേഷനിൽ കണ്ട കാഴ്ചകളൊക്കെ അത്രയും മോശപ്പെട്ടതായിരുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പം അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലിംഗഭാഗത്ത് വേദന, ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരേ ഒരു കാര്യം, പദ്മാസനത്തിൽ തന്നെ ഇരുന്നു. അതുമാത്രം നല്ല സ്ട്രോങ് ആയിട്ട് പദ്മാസനത്തിൽ തന്നെ ഇരിക്കാൻ പറ്റി. അല്ലാതെ അദ്ദേഹത്തിന് ആ ഭാഗത്തൊക്കെ ഭയങ്കര ഒരുമാതിരിയൊക്കെ ഫീലിങ്സ്. അപ്പം കണ്ണടച്ചപ്പോഴേ ഒരു നല്ല സുന്ദരി, ഒരു തുണിയില്ലാതെ ഒരു സുന്ദരി പെണ്ണ് അദ്ദേഹത്തിൻ്റെ ആ ചുമന്ന ലൈറ്റിനകത്ത് കാണുന്നു. കണ്ണ് തുറന്നു. ഇതാണോ എന്ന് പറഞ്ഞ് കണ്ണ് തുറന്നപ്പോഴുണ്ടല്ലോ, അപ്പോഴും ആ ചുമന്ന ലൈറ്റിൽ ആ വസ്ത്രമില്ലാത്ത ആ പെണ്ണിനെയാണ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെയാണ് കാണുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇത് ജഗദംബയാണ് എന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് ഉറച്ച് പറയാനുള്ള തോന്നൽ വരുന്നില്ല. അപ്പം കണ്ണടച്ചാലും വരുന്നു, കണ്ണ് തുറന്നാലും കാണുന്നു. കണ്ണടച്ചാലും ഈ അതിസുന്ദരിയായ വസ്ത്രമില്ലാത്ത പെണ്ണിൻ്റെ രൂപം കാണുന്നു, കണ്ണടച്ചാലും കാണുന്നു, കണ്ണ് തുറന്നാലും കാണുന്നു. പിന്നെ ഇത് അദ്ദേഹത്തിന് നാണക്കേടായിപ്പോയി. എന്തുവാ ഇത് ഇത് ആരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വെക്കും? ഇതുപോലെ അനുഭവിച്ച ഏതെങ്കിലും ഒരു സാധകനെ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഗുരുവിനെ കൊണ്ടോ മാത്രമേ ഇതിനൊക്കെ ഒരു വ്യാഖ്യാനം തരാൻ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങേർക്ക് ഭയങ്കര ഒരു മനപ്രയാസം. അദ്ദേഹത്തിൻ്റെ തലച്ചോറ് വരെ അതിനെ ബാധിച്ചു. പിന്നെ അദ്ദേഹം ആലോചിച്ചപ്പം വിചാരിച്ചത്, ഞാൻ വലിയ ഒരു പാവം ചെയ്തിട്ടുണ്ട്, ടെറിബിൾ സിൻ എന്നാണ് പറയുന്നത്. വലിയ ഒരു പാവം ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ മെഡിറ്റേഷനിൽ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന എൻ്റെ മെഡിറ്റേഷനിൽ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരാൻ പറ്റുമോ? ഞാൻ ചെയ്ത വിനയാണ് ഇങ്ങനെയൊക്കെ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം നൊന്തുകൊള്ളുന്നു. അപ്പോൾ മെഡിറ്റേഷനിൽ നിന്ന് എണ്ണിച്ച് ഈ മാവിൻ്റെ ചുവട്ടിലുള്ള ഊഞ്ഞാലി വന്നിരിക്കുന്നു. ഇപ്പം ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ഇങ്ങനെ ചിന്തിക്കുക. അപ്പം ശരി, രാവിലത്തെ മെഡിറ്റേഷൻ പോയി. ഉച്ചയ്ക്കെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് പോയപ്പോഴും അതേ രീതി. അദ്ദേഹം വിചാരിച്ച് രാവിലെ ചെയ്ത മെഡിറ്റേഷനിൽ വന്ന് ആ പെണ്ണ് പോയി കാണും.
ഉച്ചയ്ക്ക് നമ്മൾ ഫ്രഷായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിൽ ഉച്ചയ്ക്ക് പോയി ഇരിക്കുന്നു മെഡിറ്റേഷനിൽ. അപ്പോഴും അതേ അതിസുന്ദരിയാണ് പെണ്ണ് വരുന്നു, അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു, ശബ്ദമിട്ട് ചിരിക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, എല്ലാം നടക്കുന്നു അവിടെ. എല്ലാം നടക്കുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പല ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കൺട്രോള് ഇല്ലാതെ, ഇദ്ദേഹത്തിൻ്റെ മനസ്സില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ലിംഗഭാഗത്ത് സ്റ്റിമുലേറ്റ് ആവുന്നു. ഭയങ്കര പവറുള്ളതായിട്ട്, സ്ട്രെങ്ത്തായിട്ട് ആ ഭാഗം അങ്ങ് വരുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം എണിച്ചു, മെഡിറ്റേഷനിൽ നിന്ന് എണിച്ചു. ഇനി ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അതാണ് സിദ്ധാസന. അതായത് അദ്ദേഹം പറയുന്നത് എന്തുവാ, ഐ ഹാഡ് മെയ്ഡ് മൈ സെക്ഷുവൽ ഓർഗൻ ലൈഫ്ലെസ് ആൻഡ് യൂസ്ലെസ് ബൈ ദ മാസ്റ്ററി ഓഫ് സിദ്ധാസന. അപ്പോൾ സിദ്ധാപാത്തിലുള്ള ഏതെങ്കിലും ചെയ്തു കാണും. ഞാനും കേട്ടിട്ടുണ്ട് ഈ കാഞ്ചീപുരത്തെ ഈ മഠത്തിലെ ശങ്കരാചാര്യർ അങ്ങനെ പാരമ്പര്യമായിട്ട് ഈ അവർ മഠത്തിലുള്ള സ്വാമിമാറുകളൊക്കെ അവർക്ക് ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും വരാതെ അവരെയൊക്കെ കൊച്ചു വയസ്സിലേ ആ മഠത്തിൽ കൊണ്ട് ചേർക്കും. അപ്പം 6 വയസ്സിൽ 5 വയസ്സിൽ അപ്പോഴേ വേദം പഠിച്ച് വരും. പക്ഷേ എന്തോ തന്നെ കൊച്ചിലെ കൊണ്ട് ചേർത്താലും എന്തോ തന്നെ വേദങ്ങൾ പഠിച്ചാലും ആ പ്രായം വരുമ്പോൾ അഡലസെൻ്റ് പീരീഡ് ഈ 12, 13, 15 വയസ്സിലൊക്കെ ആകുമ്പം മനുഷ്യൻ്റെ ദേഹം എങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാത് വയസ്സിൽ ആ ഹോർമോൺസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഫീലിങ്സ് വരും. അപ്പം അങ്ങനത്തെ ഫീലിങ്സ് വരാതിരിക്കാൻ വേണ്ടി ഈ തണുത്ത വെള്ളത്തിൽ കുറേ മൂലികകളൊക്കെ അരച്ച് കലക്കി ആ വെള്ളത്തിൽ മണിക്കൂറുകൾ ഈ കഴുത്തറ്റം വരെ വെള്ളത്തിൽ നിർത്തുമ്പോൾ കുറേ നാൾ അങ്ങനെ ചെയ്യുമ്പം ആ ലിംഗത്തിനൊക്കെ ഇഫക്റ്റ് ഇല്ലാതെ പോകും. അങ്ങനെ അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗമാണ്. മഠത്തിൽ നിൽക്കണമെങ്കിൽ അതൊക്കെ ചെയ്താലേ പറ്റൂ. അപ്പോൾ അതുപോലെ ഇദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതാണ് സിദ്ധാസന എന്ന് പറയുന്നത്. സിദ്ധാസന ചെയ്തിട്ട് ആ ഓർഗനെ ലൈഫ്ലെസ് ആക്കി, ഒന്നിനും കൊള്ളരുതാത്ത ഒരു വസ്തു പോലെ ആക്കി. എന്നിട്ടുമാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ പ്രയാസമായിപ്പോയി. അപ്പം ആ ഹട്ടിൻ്റെ ലാൻഡ് ലോഡ് ഉണ്ടല്ലോ അവിടെ, അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ച്, എനിക്കിനി പെണ്ണുങ്ങൾ ചോറ് വയ്ക്കണ്ട, ചപ്പാത്തി ചൂടാനും ഒന്നും വേണ്ട, എനിക്ക് ആണുങ്ങളാരെങ്കിലും ഏർപ്പാട് ചെയ്യണം. അതായത് പെൺവാസനയെ വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴത്തേക്ക് അങ്ങനെ ഏർപ്പാടെല്ലാം ചെയ്തിട്ട് വലിയ മനക്കുഴപ്പത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ അത് മനക്കുഴപ്പമൊക്കെ എങ്ങനെയാണ് മാറിയേ എന്നുള്ളത് അദ്ദേഹം സ്വാമി മുക്താനന്ദ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ഒരു സംഭവമാണ്. അതായത് ഇതെല്ലാം മാറും, സസ്പെൻസ് കളയുന്നില്ല ഞാൻ. എന്നാലും അതൊക്കെ എങ്ങനെയാണ് മാറ്റിയേ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നന്ദി, നമസ്കാരം.